നമുക്കിന്ന് SMD കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ നോക്കാം. SMD കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ നമുക്കറിയാം കപ്പാസിറ്ററുകൾ ചാർജ് സ്റ്റോർ ചെയ്യാനും ആവശ്യാനുസരണം അതിനെ ഡിസ്ചാർജ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ SMD എന്ന് പറയുമ്പോൾ സർഫസ് മൗണ്ട് ഡിവൈസ് ആണ് SMD. ഓക്കെ, അപ്പോൾ SMD മദർ ബോർഡുകളിൽ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ് ആണ് സർഫസ് മൗണ്ട് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പല പാക്കേജുകളിൽ അതുപോലെ പല റേറ്റിംഗിൽ അവൈലബിൾ ആണ്. നമുക്കതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യമായിട്ട് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എ പാസീവ് കമ്പോണന്റ്. ഒരു പാസീവ് കമ്പോണന്റ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാനാണെന്നാണ് പറഞ്ഞത്. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫംഗ്ഷൻ ഓഫ് എ കപ്പാസിറ്റർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ചാർജിങ് ചെയ്യുക അതുപോലെ ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കേസാണ് ഹൈ ഫ്രീക്വൻസിയെ കപ്പാസിറ്റർ കടത്തിവിടുകയും അതുപോലെ ലോ ഫ്രീക്വൻസിയെ അത് ബ്ലോക്ക് ചെയ്ത് നിർത്തുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാം AC-യെ കടത്തിവിടും, DC-യെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റും. AC-യെ കടത്തിവിടും, DC-യെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് കപ്പാസിറ്ററിന്റെ സിമ്പലാണ്. ഈ സിമ്പൽ പറയുമ്പോൾ ഈ ഭാഗത്ത് ഇതില് ഈ ഒരു സിമ്പലില് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററിന്റെ സിമ്പലാണ്. അതായത് ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടില്ല. അതായത് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ കപ്പാസിറ്റേഴ്സും ഇപ്പോൾ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. അതിന്റെ കാരണം നമുക്ക് പറയാനുണ്ട്. അപ്പൊ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. അതായത് MLCC എന്ന് പറയും, മൾട്ടി ലെയർ സെറാമിക് കപ്പാസിറ്റർ എന്നാണ് MLCC-യുടെ ഫുൾ ഫോമായിട്ട് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാനുണ്ട്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. ഇത് പിന്നെ നമ്മുടെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കപ്പാസിറ്റേഴ്സ്, അതായത് പിന്നെ വേരിയബിൾ കപ്പാസിറ്റേഴ്സ്. ഇതൊക്കെ ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. ഇത് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ്. ഇനി ഫംഗ്ഷൻ ഓഫ് കപ്പാസിറ്റർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കപ്പാസിറ്ററിന് നമുക്കറിയാം ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ വളരെ കുറച്ച് ഫംഗ്ഷൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലിപ്പോ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഫിൽറ്ററിംഗ് ആണ്. ഫിൽറ്ററിംഗ് നമുക്കറിയാം. അപ്പോ ലോ പാസ് ഫിൽറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോ പാസ് ഫിൽറ്റർ ലോ ഫ്രീക്വൻസിയെ മാത്രം കടത്തിവിടുന്ന ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈ ഫ്രീക്വൻസി മാത്രം കടത്തിവിടുന്ന ഫിൽറ്റേഴ്സ് നമുക്ക് ഇത് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നെറ്റ്വർക്ക് സെക്ഷനുകളിലൊക്കെ അല്ലെങ്കിൽ ചാർജിങ് സെക്ഷനിൽ ഒരുപാട് സെക്ഷനുകളിൽ നമുക്ക് ഇതിന്റെ ആവശ്യമായിട്ട് വരും, ഫിൽറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് കപ്പാസിറ്റേഴ്സ് MLCC യൂസ് ചെയ്യാൻ പറ്റും. ഹൈ പാസ് ഫിൽറ്റർ. പിന്നെ കപ്ലിംഗ് ആയി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സീരീസ് ആയിട്ടാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. ഇനി ഡീകപ്ലിംഗ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പാരലൽ ആയിട്ടാണ് കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്യുക. കപ്ലിംഗ് ആകുമ്പോൾ സീരീസ് ആയിട്ടും ഡീകപ്ലിംഗ് ആകുമ്പോൾ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുക. പിന്നെ കപ്പാസിറ്ററുടെ ഫംഗ്ഷൻ ആണ് നോയ്സ് ക്യാൻസലേഷൻ. ഈ നോയ്സ് ക്യാൻസലേഷൻ ഒരുപാട് ടൈപ്പ് നോയ്സുകൾ ഉണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ വരുന്ന ഓഡിയോയിലുള്ള നോയ്സ്, ഓഡിയോ ഫ്രീക്വൻസിയുടെ നോയ്സ്. അതുപോലെ തന്നെ അക്കോസ്റ്റിക് വേവ് എന്നിട്ടുള്ള ഒരു നോയ്സ് ഉണ്ട്. അതിനെ ഫിൽറ്റർ ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ ബ്ലോക്സ് DC അലോ AC-യെ കടത്തിവിടുകയും DC-യെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ ബൂട്ട് സ്ട്രാപ്പിംഗ് ഫംഗ്ഷൻ ഇത് യൂസ് ചെയ്യും. അതായത് ചാർജിങ് സെക്ഷനിലും അതുപോലെ ഓഡിയോ IC-ക്കൊക്കെ ബൂട്ട് സ്ട്രാപ്പിംഗ് കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്. സീരീസ് കപ്പാസിറ്റർ ആണ്. അതിന് നമ്മൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇംപെഡൻസ് മാച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രീക്വൻസി ഡിവിഷൻ, ഇതിനൊക്കെ കപ്പാസിറ്റേഴ്സ്. ഇതെല്ലാം കപ്പാസിറ്റേഴ്സിന്റെ ജനറൽ ഫംഗ്ഷൻസ് ആണ്. നമുക്കറിയാവുന്ന ജനറൽ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് ആണ്. ഇനി കപ്പാസിറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ വളരെ കുറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് മാത്രമാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലിപ്പോ ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, വാല്യൂ മാറ്റാൻ പറ്റാത്ത കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്ററിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫിക്സ്ഡ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഫിക്സ്ഡ് ആയിരിക്കും അതിന്റെ വാല്യൂ, ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അത്തരം കപ്പാസിറ്റേഴ്സ് ആണ് ഫിക്സ്ഡ് കാറ്റഗറിയിൽ വരാം. പിന്നെ വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആവശ്യാനുസരണം നമ്മൾ അതിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ട്യൂണിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ട്രിമ്മർ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ട്രിമ്മർ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ പ്രീസെറ്റ് പോലെ നമുക്ക് മുന്നേ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഒരു കപ്പാസിറ്റൻസ് വാല്യൂ. അത് ട്രിമ്മർ കാറ്റഗറിയിൽ വരുന്ന കപ്പാസിറ്റേഴ്സ് ആണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പോളറൈസേഷൻ. പൊളാരിറ്റിക്ക് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. അതായത് പൊളാരിറ്റി ഉള്ളത്, പൊളാരിറ്റി ഇല്ലാത്തത്, അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ അതില് പിന്നെ പൊളാരിറ്റി ഉണ്ടായിരിക്കും. പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ആ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സിൽ. ഇപ്പൊ മൊബൈൽ ഫോണിൽ പോളറൈസ്ഡ് കപ്പാസിറ്ററിന്റെ യൂസ് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. പകരം നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ് അവയ്ക്കെല്ലാം പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്.
അപ്പോൾ ഈ പോളറൈസ്ഡ് കപ്പാസിറ്ററായ അലൂമിനിയം, ടാന്റാലം കപ്പാസിറ്റേഴ്സ് എല്ലാം തന്നെ നമ്മുടെ മദർ ബോർഡിൽ നിന്ന് ഇപ്പോൾ ഔട്ട് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ പോളറൈസിന്റെ ഉദാഹരണം പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആണ് അലൂമിനിയം, അതുപോലെ ടാന്റാലം കപ്പാസിറ്റേഴ്സ്. ഈ കപ്പാസിറ്റേഴ്സ് എല്ലാം മദർ ബോർഡിൽ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കത്തില്ല, ഔട്ട് ആയിട്ടുണ്ട്. ഇവക്കെല്ലാം പകരം നമ്മളിപ്പോ യൂസ് ചെയ്യുന്നതാണ് MLCC കപ്പാസിറ്ററായ സെറാമിക് കപ്പാസിറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഇതിനൊക്കെ പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് സെറാമിക് കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ഈ പോളറൈസ്ഡിന് പകരം യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് മെറിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് മീൻസ് മദർ ബോർഡ് മാനുഫാക്ചറിങ് കമ്പനികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പറയും. എന്താണ് MLCCയുടെ ഗുണങ്ങൾ നമ്മൾ പറയും. ഒരു ഗുണങ്ങൾ മാത്രമല്ല, അപ്പോൾ ഒരു സൈലന്റ് അറ്റാക്ക് ആയിട്ട് പുതിയൊരു നോയ്സ് കയറി വന്നിട്ടുണ്ട്. അക്കോസ്റ്റിക് നോയ്സ് എന്ന് പറയും. അക്കോസ്റ്റിക് നോയ്സ്, അതായത് അക്കോസ്റ്റിക് വേവ് മൂലം ഉണ്ടാകുന്ന നോയ്സ്. ഇത് പോളറൈസ്ഡ് കപ്പാസിറ്ററിൽ ഉണ്ടായിരുന്നില്ല, നോൺ പോളറൈസ്ഡിൽ ആണ് അത് കൂടുതലായിട്ട് വന്നത്. അപ്പൊ അതിനെ ഇപ്പോ ആ ഒരു അക്കോസ്റ്റിക് നോയ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടെക്നോളജീസ് കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് പല കമ്പനികൾ, ഇപ്പൊ കിയോസെറ, അതുപോലെ പിന്നെ സാംസങ്, അങ്ങനെ ഒരുപാട് കമ്പനീസ്, ഈ കപ്പാസിറ്റേഴ്സ് മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്. അവരൊക്കെ ഇതിന്റെ ടെക്നോളജികൾ പിന്നെ ഈ ഒരു അക്കോസ്റ്റിക് നോയ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ അതിന് മെറ്റീരിയൽസ് ഒക്കെ അവർ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്, പ്രത്യേക ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ. അപ്പോൾ അതാണ് പോളറൈസ്ഡ് നോൺ പോളറൈസ്ഡ് ക്ലാസിഫിക്കേഷൻ. നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ഇപ്പോൾ പ്രിഫർ ചെയ്തിട്ടുണ്ട് ഓവർ പോളറൈസ്ഡ് കപ്പാസിറ്റർ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് നെഗറ്റീവും ഇല്ലാത്തത് കൊണ്ട് നോ പൊളാരിറ്റിയാണ്. ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഇല്ലാത്തത് കൊണ്ട് റിവേഴ്സ് വോൾട്ടേജിൽ പിന്നെ ഡിസ്ട്രോയ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ പ്യുവർ AC സർക്യൂട്ടിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. DC യൂസ് ചെയ്യാൻ പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് എൻസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് അത് എങ്ങനെ കണക്ട് ചെയ്യാം. സോൾഡറിങ് വളരെ സിമ്പിൾ ആണ്, പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏത് രീതിയിലും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. SMD കപ്പാസിറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസിലേക്കും അതിന്റെ ഡീപ് സ്റ്റഡിയിലേക്കും വരുന്ന സമയത്ത് ടെമ്പറേച്ചർ റേഞ്ച്, അതുപോലെ ടെമ്പറേച്ചർ ഡ്രിഫ്റ്റ്, അതുപോലെ ടോളറൻസ്, പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ ടെമ്പറേച്ചർ റേഞ്ച്, ടെമ്പറേച്ചർ ഡ്രിഫ്റ്റ്, ടോളറൻസ് ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സെറാമിക് കപ്പാസിറ്റേഴ്സ് ക്ലാസിഫൈഡ് ഇൻറ്റു ഒരു 3 ടൈപ്പായിട്ട് മെയിനായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ടൈപ്പാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നോർമലി യൂസ് ചെയ്യുന്നത്. ക്ലാസ് 1ഉം ക്ലാസ് 2ഉം ആണ് ബ്രോഡ്ലി യൂസ് ചെയ്ത് വരുന്നത്. അപ്പൊ ക്ലാസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ടെമ്പറേച്ചർ കോമ്പൻസേറ്റിംഗ് കപ്പാസിറ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. നിയർലി സീറോ എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് കപ്പാസിറ്റൻസ് 0 ആണ്. അതായത് ഇതിന് നമ്മൾ ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ഈ രണ്ടാമത്തെ ടൈപ്പ് കപ്പാസിറ്റി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറയാം. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ വാല്യൂല് ചേഞ്ച് വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ഒരു ക്ലാസ് 1ൽ വരുന്നതാണ് C0G എന്നുള്ള കപ്പാസിറ്റർ. നമ്മൾ മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. C0G ഒരുപാട് ടെമ്പറേച്ചർ വേരിയേഷൻസ്, അതിന്റെ ടോളറൻസിനെ ഒന്നും കപ്പാസിറ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, അതായത് കപ്പാസിറ്റൻസിന്റെ വാല്യൂ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകളിൽ, അതുപോലെ ലൈൻസുകളിൽ, സിഗ്നൽ ലൈൻസുകളിലൊക്കെ C0G കപ്പാസിറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ C0G കപ്പാസിറ്റർ അത്തരം സെക്ഷനിലാണ് വരിക. പിന്നെ X5R കപ്പാസിറ്റേഴ്സ് ഉണ്ട്, X7R, X7, ഒരുപാട് കാറ്റഗറൈസ്ഡ് കപ്പാസിറ്റേഴ്സ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാവും. പല ടൈപ്പ് കപ്പാസിറ്റേഴ്സ്, ഇതെല്ലാം മദർ ബോർഡിൽ വരുന്ന കപ്പാസിറ്റേഴ്സ് ആണ്. അതിന്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കപ്പാസിറ്റേഴ്സ്. ടൈപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തിട്ടില്ല. കൂടുതൽ കപ്പാസിറ്റേഴ്സ് ലെഡ് ഉള്ള കപ്പാസിറ്റർ ആണെന്ന് വരിക, സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തിട്ടില്ല. അത് മൊബൈൽ ഫോണിൽ വരുന്നത് ക്ലാസ് 1ഉം ക്ലാസ് 2 ആണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി MLCCനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം. MLCC എന്ന് പറയുമ്പോൾ മൾട്ടി ലെയർ സെറാമിക് കപ്പാസിറ്റർ. മൊബൈൽ ഫോണിനകത്ത് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ് മൾട്ടി ലെയർ. ഇതുണ്ടോ, ഇതിപ്പോ MLCCന്റെ ഒരു പിന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക്
സെറാമിക് ബോഡി വന്നത് ഇതുപോലത്തെ സെറാമിക് ബോഡിയാണ്. അതേപോലെ ഇലക്ട്രോഡ് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നതാണ് അതിന്റെ ഇലക്ട്രോഡ്സ്. ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ പ്ലേറ്റിംഗ് ഉണ്ട് 3, ഇത് പ്ലേറ്റിംഗ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ടെർമിനേഷൻ ഉണ്ട്. കോപ്പർ അല്ലെങ്കിൽ കോപ്പർ പ്ലസ് മെറ്റൽ എപ്പോക്സി ചെയ്തിട്ടാണ് ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ടെർമിനേഷൻ ഏരിയ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ അതേപോലെ പ്ലേറ്റിംഗ് ഉണ്ട്. പല രീതിയിൽ നമുക്ക് ടിന്നുലൊട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്ലേറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത് കണക്റ്റിംഗ് ടെർമിനലാണ് ഇത് രണ്ടും. ഇവിടെ സെറാമിക് ലെയേഴ്സ് ഉണ്ട് ഉള്ളില്. പിന്നെ ഇലക്ട്രോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ. ഇപ്പൊ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നോയ്സ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്, നോയ്സിനെ ഒഴിവാക്കാനാണ്. അതേപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുമ്പോൾ നോയ്സിനെ ഒഴിവാക്കാൻ, അതുപോലെ ഫിൽറ്ററിങ്ങിനൊക്കെ. അപ്പൊ MLCCന്റെ ഗുണങ്ങളാണ്. നമ്മൾ MLCC നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വരുന്ന സമയത്ത് അതിന്റെ ഗുണങ്ങളാണ് പറയുന്നത്. പിന്നെ അതിന്റെ കപ്പാസിറ്റൻസ്, ഹയർ കപ്പാസിറ്റൻസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ESR, ഇക്വലന്റ് സീരീസ് റെസിസ്റ്റൻസ്, അതിന് ലോ ആയിരിക്കും. അതുപോലെ ESL ലോ ആയിരിക്കും. ഇക്വലന്റ് സീരീസ് ഇൻഡക്റ്റൻസ് അത് ലോ ആയിരിക്കും. പിന്നെ ലോവർ ഇംപിഡൻസ് അറ്റ് ഹൈ ഫ്രീക്വൻസി കൂടുമ്പോൾ ഇംപിഡൻസ് കുറക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫംഗ്ഷൻ അതിനുണ്ട്. പിന്നെ നോൺ പോളറൈസേഷൻ ആണ്. ഈസി മൗണ്ടിങ് മാനുഫാക്ചറിങ്ങിന് അതുപോലെ മൗണ്ട് ചെയ്യാൻ, അപ്പൊ നമുക്ക് സോൾഡർ ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഏജിങ് റിലയബിലിറ്റി കൂടുതലാണ്. അതുപോലെ ലോവർ യൂണിറ്റ് കോസ്റ്റ്, പൈസ കുറവാണ് സാധാരണ കപ്പാസിറ്ററിനേക്കാളൊക്കെ. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രെങ്ത്തിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതില് ബെൻഡിങ് സ്ട്രെങ്ത് കൂടുതലാണ്. അതായത് അതിന്റെ മെറ്റീരിയൽ തന്നെയാണ് മെറ്റൽ എപ്പോക്സി വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് നോർമൽ കപ്പാസിറ്ററുകളെക്കാൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കണം. പിന്നെ അടുത്തത് മെറ്റൽ എപ്പോക്സി ഉള്ളിൽ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ക്രാക്ക് ആവാനുള്ള ബെൻഡിങ് ക്രാക്ക് പ്രിവെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു സ്പെഷ്യൽ മദർ ബോർഡിനകത്ത് വരുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും CPU-വിന്റെ താഴെ ഭാഗങ്ങളിലൊക്കെ വരുന്ന കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിന് LSC എന്നാണ് പറയാം, ലാൻഡ് കപ്പാസിറ്റർ എന്ന് പറയും. ചെറിയ വളരെ തിൻ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും, തിക്നെസ് വളരെ കുറവായിരിക്കും. അപ്പോ ഇത് യൂസ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ തിക്നെസ് കുറക്കാൻ പറ്റും ഡിവൈസിന്റെ. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രൊസസറിൽ, മൊബൈൽ ഫോണിന്റെ പ്രൊസസറുകൾക്ക് വളരെ പെട്ടെന്ന് കറണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഹൈ ഫ്രീക്വൻസി നോയ്സിനെ ഫിൽട്ടർ ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ തിൻ കപ്പാസിറ്റീവ്സ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രോസസറിന്റെ താഴ്ഭാഗത്തൊക്കെ വരുന്നതിന് നമ്മൾ LSC എന്ന് പറയും. അതുപോലെ ഏതെങ്കിലും മൊഡ്യൂൾസിന്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന ഈ രീതിയിൽ വരുന്നതിനെ DSC എന്ന് പറയും. അതായത് ഡൈസൈഡ് കപ്പാസിറ്റർ, താഴെ വരുന്നതിനെ ലാൻഡ് കപ്പാസിറ്റർ. രണ്ടും സെയിം കപ്പാസിറ്റേഴ്സ് ആണ്, പേര് അത് പിന്നെ സോൾഡർ ചെയ്ത സ്ഥലത്തിനനുസരിച്ച് പേര് മാറ്റേണ്ട എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ESD പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റ് അത് കാണിക്കുന്നതാണ്. ESD പ്രൊട്ടക്ഷന്റെ ഒരു ചാർട്ട് കാണിക്കുകയാണ്. പിന്നെ ലോ അക്കോസ്റ്റിക് നോയ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ഇൻഫർമേഷൻസ് എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ജസ്റ്റ് നോക്കാം. ഈ അക്കോസ്റ്റിക് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ കപ്പാസിറ്റേഴ്സിനകത്ത് വോൾട്ടേജ് കറണ്ട് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അതിനകത്ത് നോയ്സുകൾ വരും. അത് ഉദാഹരണമായിട്ട് നോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പിന്നെ ക്രിസ്റ്റലിലേക്ക് ഒരു വോൾട്ടേജ് കൊടുത്താൽ അത് ഔട്ട്പുട്ടിൽ ഒരു ഫ്രീക്വൻസി തരും. അതിന് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. അതേപോലെ ഈ കപ്പാസിറ്ററിനകത്ത് പീസോ ഇലക്ട്രിക് ഫിനോമിന വഴി ഇതിനകത്ത് നോയ്സ് രൂപപ്പെടുന്നുണ്ട്. ഈ നോയ്സ് എന്ന് പറയുമ്പോൾ 20 ഹെർട്സ് to 20 കിലോഹെർട്സ് ആയിരിക്കും. അതായത് ഒരു ഹിയറബിൾ യൂസറിന് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോയ്സ് ആണ് കപ്പാസിറ്ററിനകത്ത് നിന്ന് വരിക. അപ്പൊ ഇത്തരം നോയ്സുകൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ ഫ്ലോയിൽ, കപ്പാസിറ്റേഴ്സിന്റെ ഇലക്ട്രിക്കൽ മദർ ബോർഡിനകത്ത് വരുന്ന കറണ്ട് ഫ്ലോയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കുറക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ലോ അക്കോസ്റ്റിക് നോയ്സ് കപ്പാസിറ്റേഴ്സ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതലും പുതിയ ടെക്നോളജിയിൽ വരുന്നത്. കുറച്ച് പഴയതാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോയ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഈ പറഞ്ഞത്. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്. താഴെ ബോട്ടമിൽ ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ
ബോട്ടം കവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അതേപോലെ താഴെ ഒരു സബ്സ്ട്രേറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു താഴെ ഒരു സബ്സ്ട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കുറക്കാൻ പറ്റും. അതേപോലെ താഴെ ഈ ഒരു രീതിയിൽ ഹൈറ്റ് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോയ്സിനെ വൈബ്രേഷൻ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ഈ വൈബ്രേഷൻ ഒഴിവാക്കാനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ രീതിയിൽ ഇത് പിന്നെ ZR സീരീസ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ KRM സീരീസ് കപ്പാസിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്താൽ കുറക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ കപ്പാസിറ്റർ ലേഔട്ട് മോഡിഫൈ ചെയ്ത് ഇതുപോലെ മോഡിഫൈ ചെയ്തതിൽ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്തതാണ്. ഇങ്ങനെ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വൈബ്രേഷൻ നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ അതേപോലെ റിമൂവിങ് ടെക്നിക്സ് പറയുന്നുണ്ട്. തിക്കർ PCB, കട്ടിയുള്ള PCB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് കുറക്കാൻ പറ്റുന്ന പറയുന്നത്. പിന്നെ കമ്പോണൻസ് എഡ്ജിൽ, ബോർഡിന്റെ എഡ്ജിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോയ്സ് കുറക്കാൻ പറ്റും. പിന്നെ അതേപോലെ കമ്പോണൻസ് സിമെട്രിക്കലി കമ്പോണൻസ് എന്ത് ചെയ്യുക, ബോർഡിന്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും കമ്പോണൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുക. അതായത് ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക കമ്പോണൻസ്. അപ്പൊ നമുക്ക് മുകളിൽ വരുന്ന ബോർഡിന് ടോപ്പ് സൈഡിൽ വരുന്ന കപ്പാസിറ്റർ മൂലം ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷനും താഴെ വരുന്ന കപ്പാസിറ്റർ മൂലം ഉണ്ടാകുന്ന വൈബ്രേഷനും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ക്യാൻസൽ ഈച്ച് അതർ എന്നാണ് പറയുന്നത്. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മദർ ബോർഡിന്റെ ഇരുവശത്തും കമ്പോണൻസ് വളരെ നീറ്റായ രീതിയിൽ വെച്ചിട്ടുണ്ടാവും. അത് ഈ ഒരു പിന്നെ നോയ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇനി ലോ ESL ടൈപ്പ് കപ്പാസിറ്റർ, സാംസങ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ലോ ESL മൾട്ടി ലെയർ സെറാമിക് കപ്പാസിറ്റർ ആണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു MLCC ഒരുപാട് യൂസ് ചെയ്യുന്നതിനേക്കാളും അതൊറ്റ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് കുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ അറേ കപ്പാസിറ്റർ നമുക്കറിയാം, കപ്പാസിറ്റർ അറേകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത നമുക്ക് സൈസ് കുറക്കാൻ പറ്റും. വേരിയസ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് സച്ച് ആസ് പോർട്ടബിൾ ഡിവൈസസ് ഹാവ് ഗോട്ടൺ സ്മാളർ. സെവറൽ ചിപ്സ് ഹാവ് ബീൻ യൂണിഫൈഡ് ഇൻ ഓർഡർ ടു സെക്യൂർ മൗണ്ടിങ് സ്പേസ്. ഓക്കെ, സ്പേസ് കുറക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കപ്പാസിറ്ററിന്റെ വാല്യൂ 4 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് അതിലുള്ള ലെയേഴ്സ്, നമ്പർ ഓഫ് ലെയേഴ്സ്. പിന്നെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഡൈഇലക്ട്രിക്കിന്റെ തിക്നെസ്സിനനുസരിച്ച് വാല്യൂ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പിന്നെ അതിന്റെ ഏരിയ, ആക്റ്റീവ് ഏരിയ അനുസരിച്ച് മാറും. അപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. NP0, C0G, X7R, X5R. ഈ കാര്യങ്ങളൊക്കെയാണ് ഡൈഇലക്ട്രിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് കപ്പാസിറ്റൻസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, തിക്കർ ഡൈഇലക്ട്രിക് ആണെങ്കിൽ ലോവർ കപ്പാസിറ്റൻസ് വാല്യൂ ആയിരിക്കും. തിക്കർ ഡൈഇലക്ട്രിക് ആണെങ്കിൽ ഹയർ വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവും. ഇതൊക്കെ ആ ഒരു ഇതിൽ വരുന്ന കാറ്റഗറൈസേഷനിൽ വരുന്ന ഇൻഫർമേഷൻസ് ആണ്. ഇനിയിപ്പോ ഇവിടെ ക്യാരക്ടർ 3 ക്യാരക്ടർ കപ്പാസിറ്റർ കോഡ് ഉണ്ട്. ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് കപ്പാസിറ്റൻസ്, അതുപോലെ അതിന്റെ ടോളറൻസ്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കോഡാണ്. ഒരു കപ്പാസിറ്ററിന്റെ നോമൻക്ലേച്ചറിൽ X5R എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ലോവർ ടെമ്പറേച്ചർ റേഞ്ചിങ് വരുന്നത് 55 ഡിഗ്രി സെൽഷ്യസ് ആണ്, മൈനസ്. അപ്പർ വരുന്നത് പ്ലസ് 85 ഡിഗ്രി സെൽഷ്യസ്. അതായത് ആ കപ്പാസിറ്ററിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -55 ഡിഗ്രി സെൽഷ്യസ് മുതൽ +85 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതിന്റെ വാല്യൂവിൽ വരാവുന്ന ചേഞ്ച് ടോളറൻസ് പറഞ്ഞാൽ ±15% ആണ്. അപ്പൊ ഇവിടെ എക്സ് ഫസ്റ്റ് ലെറ്റർ എക്സ് വന്നാൽ -55 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ കാണാറുള്ളത്. അതേപോലെ y വന്നു കഴിഞ്ഞാൽ -30 ആണ്. പിന്നെ രണ്ടാമത്തെ ലെറ്റർ, അതായത് ഈ ഒരു 5, ഇത് ലെറ്റർ നമ്പർ ലെറ്റർ ആണ്. അപ്പൊ നമ്പറുകളാണ്. 5 വന്നാൽ +85 ഡിഗ്രി സെൽഷ്യസ്, 7 വന്നാൽ +125 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. പിന്നെ 8 വന്നാൽ +150 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടോളറൻസിൽ ഒരു RSTV എന്നൊക്കെ വന്നിട്ടുണ്ട്. 6 വന്നാൽ +or-15% ആണ്. S വന്നാൽ +or-22% ആണ് വരുന്നത്. പിന്നെ T വന്നാൽ +or-20% ആണ്. V വന്നാൽ ഈ +25-ന്റെയും 82%-ന്റെയും ഇടയിൽ അതിന് ടോളറൻസ്, വളരെ വലിയ ടോളറൻസ് ആണ്. അപ്പൊ ഇവിടെ ഒരു V കൊടുത്തിട്ടുണ്ട്, നോക്കാം. Y5V -30 to +85 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. അതിന്റെ വാല്യൂ വളരെ നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ C0G എന്നുള്ള ഒരു കപ്പാസിറ്റർ, അല്ലെങ്കിൽ NP0, അതിന്റെ വാല്യൂ 0 ആണ്. അതായത് നിയർലി 0 ആണ് അതിന്റെ ടോളറൻസ് വരുന്നത്. അപ്പൊ അത്രയും ഹൈ
സ്പെസിഫിക് കപ്പാസിറ്റൻസ് വേണ്ട ഏരിയയിലാണ് നമ്മൾ ഈ C0G അതുപോലെ NP0 കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വരുന്നത് SMD പാക്കേജ് ടൈപ്പുകളാണ്. ഇവിടെ MML ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. 7.4 into 5.1 അതിന്റെ ഡയമെൻഷൻ പാക്കേജ് സ്റ്റാൻഡർഡൈസേഷൻ വരുന്നത് 2920 ആണ്. അപ്പൊ സാധാരണ 0.201 എന്ന് പറഞ്ഞാൽ 0.6 mm into 0.3 mm ആണ് വരിക. പിന്നെ 402 എന്ന് പറഞ്ഞാൽ 1 mm into 0.5 mm അതിന്റെ നീളം into വീതി കേട്ടോ. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത് into വിഡ്ത്ത്. ഓക്കെ, അതാണ് വരിക. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ, നോക്കിയാൽ മതി. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ 101 പിന്നെ അതിന്റെ വാല്യൂ, ലെങ്ത്, വിഡ്ത്ത്, അതിന്റെ ആ ഒരു പിന്നെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തും വിഡ്ത്തും ടെർമിനലും. ഓക്കെ, നോക്കിയാൽ മതി. ഓരോന്നും ഡീറ്റെയിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തും പിന്നെ വിഡ്ത്തും തമ്മിലുള്ള ഒരു പിന്നെ ഡയമെൻഷൻ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഏകദേശം ഒരു 8004 പറഞ്ഞ ഈ സൈസാണ് വരിക. അങ്ങനെ സൈസ് ഉള്ള മാറ്റം 1210 എന്ന് പറയുമ്പോൾ ഈ കപ്പാസിറ്റർ ഒരു സൈസ്, അങ്ങനെ ഓരോന്നിന്റെ സൈസ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് കൊടുത്തതാണ്. ഇനി കപ്പാസിറ്റർ MLC ഒരു സ്കിമാറ്റിക്സിൽ വരുന്ന കപ്പാസിറ്ററിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്കറിയാം സ്കിമാറ്റിക്സിൽ ഇതുപോലെ കപ്പാസിറ്റർ ഉണ്ടാവും. ഓക്കെ, സ്കിമാറ്റിക്സിൽ വരുന്ന കപ്പാസിറ്ററിന്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇവിടെ ഇത് കപ്പാസിറ്ററിന്റെ സ്കിമാറ്റിക്സിലുള്ള പേരാണ്. മദർ ബോർഡിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പേരാണ് C1106. പിന്നെ വോൾട്ടേജ് റേറ്റിംഗ് ആണ് ഇത്. ഈ ഒരു സംഭവം വോൾട്ടേജ് റേറ്റിംഗ് ആണ്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ X5R ഉണ്ട്. ഈ X5R നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സംഭവമാണ്. TCC, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് കപ്പാസിറ്റൻസ്, അതായത് കപ്പാസിറ്ററിന്റെ വാല്യൂവിൽ വരുന്ന മാറ്റം, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറും. പിന്നെ നമുക്ക് ഡൈഇലക്ട്രിക് മെറ്റീരിയലിനനുസരിച്ചാണ് ഇത് മാറുക. ഓക്കെ, അപ്പൊ X5R എന്ന് പറയുമ്പോൾ നമുക്കറിയാം X എന്ന് പറയുമ്പോൾ -55°C അല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. മുന്നേ പറഞ്ഞ ജസ്റ്റ് നോക്കാം. -55. ഇവിടെ വരുന്നത് -55°C മുതൽ തന്നെയാണ്. -55°C മുതൽ 85°C വരെയാണ് അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. 85°C. അപ്പൊ ഈ 6 എന്ന് പറഞ്ഞാൽ ±20% ആണ് അതിന്റെ വ്യത്യാസം വരിക. 6 കണ്ടു കഴിഞ്ഞാൽ പകരം ആറിന്റെ വ്യത്യാസം നമുക്ക് ജസ്റ്റ് നോക്കാം. 6ന്റെ വ്യത്യാസം വരുന്നത് 15% ആണ്. 20 അല്ല, 15% ആണ് 6 എന്ന് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ X എന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവമാണ്. X എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ 55°C ആണ്. ഇവിടെ 6 എന്ന് പറഞ്ഞാൽ ±15%. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ±22%. അതുപോലെ TV, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് 10 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ. അപ്പൊ അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ. 402 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാക്കേജ് ടൈപ്പ്. 0402 എന്ന് പറയുമ്പോൾ 1 mm into 5 mm. നേരത്തെ കൊടുത്ത പാക്കേജ് ടൈപ്പ് നമുക്ക് അത് എടുക്കാൻ പറ്റും. ഇതാ ഈ ഒരു ചാർട്ട് എന്ന് അറിയാൻ പറ്റും അതിന്റെ പാക്കേജ് ടൈപ്പ്. അതുപോലെ നെക്സ്റ്റ് X5R എന്ന് കൊടുത്തിട്ടുണ്ട്. X5R എന്ന് പറയുമ്പോൾ X5R ഇവിടെ X5R ആണ്. X5R എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം -50, ഇതാണ് X5R. -55°C to +85°C ആണ് അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വരുന്നത്. ടോളറൻസ് ±15% ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്കിമാറ്റിക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്കിമാറ്റിക്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ അത് കൊടുത്തിരിക്കുന്ന ജസ്റ്റ് ഒന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു ഓഡിയോ സെക്ഷൻ. ഇതൊരു ഓഡിയോ സെക്ഷൻ ആണ്. ഇവിടെ ഒരു ഓഡിയോ IC ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആംപ്ലിഫയർ, ഓഡിയോ ആംപ്ലിഫയർ. ഇതിന്റെ ഔട്ടിൽ വരുന്ന ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ C0G കപ്പാസിറ്റേഴ്സ് ആണ് ഉണ്ടാവും. 100 PF ആണ് C0G. ഓക്കെ, 100 PF C0G കപ്പാസിറ്റേഴ്സ് ആണ്.
അതായത് ഇവിടെ കപ്പാസിറ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് എന്തെങ്കിലും ടെമ്പറേച്ചർ കൂടിയാലൊക്കെ കപ്പാസിറ്റൻസിൽ മാറ്റം വരാൻ പാടില്ല. ഓഡിയോന്റെ സെക്ഷൻ അപ്പോൾ നോയിസ് കയറി വരും. അപ്പൊ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി C0G ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ X5R ആണ്. ഓക്കെ, X5R കപ്പാസിറ്റേഴ്സ് ആണ് ഈ ഒരു ഭാഗത്ത്. ഔട്ട്പുട്ട് സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ പിന്നെ വേരിയേഷൻ വന്നാല് പിന്നെ ടോളറൻസ് ടോളറൻസ് നിയർലി 0 ആണ്. ഓക്കെ, ഔട്ടിൽ വരുന്ന കപ്പാസിറ്റേഴ്സ്. അപ്പൊ നമുക്ക് കപ്പാസിറ്റൻസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റി X5R ആണ്. ഇങ്ങനെ ഓരോ സെക്ഷനിലും ആ ഫംഗ്ഷൻസിനനുസരിച്ചുള്ള കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റേഴ്സ് X5R കപ്പാസിറ്റേഴ്സ് ആണ്. ഇവിടെ X5R കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പവർ ഐസിയുടെ അടുത്ത് നിന്ന് പോയി നോക്കാം. ഇവിടെ ഇതിന്റെ ഫംഗ്ഷൻ നോക്കിക്കോ. ഈ കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഔട്ടിൽ വരുന്ന ഫ്രീക്വൻസി ലോ പാസ് ഫിൽട്ടർ ആയിട്ടാണ്. ലോ ഫ്രീക്വൻസി ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന ഫിൽട്ടർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ വാല്യൂ നോക്കാം 100 PF ആണ്. ഇവിടെ പാരലലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ഇതിന്റെ ഇൻപുട്ടിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 100 നാനോ ഫാരഡ് ആണ്. അപ്പൊ വാല്യൂ മറ്റേ വാല്യൂനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇതിനപേക്ഷിച്ച് ഇവിടെ ഇതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇപ്പൊ 32 കിലോഹെർട്സ് ഒക്കെയാണ് കൂടുതൽ വരിക. ആ ഒരു ലെവലിലാണ് ഫ്രീക്വൻസി വരിക. അപ്പൊ അത് ഈ ഒരു കപ്പാസിറ്റർ സീരീസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനപേക്ഷിച്ച് ആ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ഫ്രീക്വൻസി ആണ്. അപ്പൊ ലോ ഫ്രീക്വൻസിയാണ് ഈ ഒരു കപ്പാസിറ്റർ. ലോ ഫ്രീക്വൻസിയാണ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കടത്തിവിടുക. ഇത് ഹൈ ഫ്രീക്വൻസിയാണ് കടത്തിവിടുക. ഓക്കെ, ഹൈ ഫ്രീക്വൻസിയാണ് അതിനപേക്ഷിച്ച് ആ ഒരു 32. ഇതിന്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതിങ്ങോട്ട് കടത്തിവിടും. പിന്നെ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ കപ്പാസിറ്റൻസ് കൊടുത്തിട്ടുള്ളത് PF വാല്യൂവിലാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് 100 PF എന്നുള്ള കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് ഒരു ഹൈ ഫ്രീക്വൻസിയെ കടത്തിടുന്ന ഹൈ ഫ്രീക്വൻസി ഗ്രൗണ്ട് ചെയ്യുന്ന ഫിൽട്ടർ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലോ പാസ് ഫിൽട്ടർ എന്ന് പറയും. ലോ പാസ് ഫിൽട്ടർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള ഓരോ സെക്ഷൻ ഇപ്പൊ നെറ്റ്വർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് C0G കപ്പാസിറ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു കപ്പാസിറ്റർ X5R ആണ്. അപ്പൊ നമുക്ക് ഇനി പവർ ഐസിന്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഈ ഒരു പവർ ഐസിന്റെ അടുത്ത് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഈ കപ്പാസിറ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ X5R ആണ്. X5R കപ്പാസിറ്റേഴ്സ് ആണ് കേട്ടോ. ഇതെല്ലാം ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ്. ഡീകപ്ലിംഗിനാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. ഡീകപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസസറിന്റെ വർക്കിംഗ് മൂലം ഈ കപ്പാസിറ്റൻസിൽ വരുന്ന കപ്പാസിറ്റൻസിൽ മാറ്റം വരാൻ ഈ ഒരു വോൾട്ടേജ് ഇവിടെ മാറ്റം വരാൻ പാടില്ല. വോൾട്ടേജ് കൊടുത്തിട്ടുള്ളത് VCs ആണ്. VCs ഇതൊരു പ്രൊസസർ അല്ല, പിന്നെ പവർ ഐസി ആണ്. അതുപോലെ പ്രൊസസറിലേക്കുള്ള പാത്തിലും ഇങ്ങനെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതൊരു ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ ഇതിന്റെ വർക്കിംഗ് മൂലം ഈ ഒരു പിന്നെ കപ്പാസിറ്റൻസിൽ ഈ ഒരു വോൾട്ടേജിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഡീകപ്ലിംഗ് ചെയ്യാനാണ് പാരലൽ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു സീരീസ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കപ്ലിങ്ങിനാണെങ്കിൽ പാരലൽ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുക ഡീകപ്ലിങ്ങിനാണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനടുത്തുള്ള കപ്പാസിറ്റേഴ്സ് നോക്കാം. ഇവിടെ ഒരുപാട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഈ കപ്പാസിറ്റേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് X5R കപ്പാസിറ്റേഴ്സ്. ഇവിടെ ഒന്നും നമുക്ക് C0G ഒന്നും കാണാൻ പറ്റണില്ല. ഇനി നമുക്ക് നെറ്റ്വർക്കിന്റെ ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് പോയേക്കാം. ഇതാണ് നെറ്റ്വർക്ക് വരുന്നത്. നെറ്റ്വർക്ക് IC ആണ്. MT6190 61 സീരീസിൽ നെറ്റ്വർക്ക് IC ആണ് വരിക. ഇതിന്റെ ഭാഗത്തുള്ള കപ്പാസിറ്റേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ C0G ആണ് കേട്ടോ. അതായത് വാല്യൂ മാറാൻ പാടില്ല. വാല്യൂ മാറിയാൽ നെറ്റ്വർക്ക് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മളിപ്പോ ഒരു 18 PF ഉള്ള ഈ കപ്പാസിറ്റർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞു. ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ഈ ഒരു കപ്പാസിറ്റർ കംപ്ലൈന്റ് ആയാലും നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും, അത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് 18 PF എന്നുള്ള കപ്പാസിറ്റർ ആണ് നമ്മളത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു അതിന്റെ TCC ശ്രദ്ധിക്കില്ല. അപ്പൊ TCC കൂടെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അവിടെ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ നോയ്സ് വരാനുള്ള സാധ്യത കേട്ടോ. പിന്നെ അതിന്റെ പാക്കേജ് 0201 ഉള്ള കപ്പാസിറ്റർ തന്നെ എടുക്കുക, അല്ലെങ്കിൽ അവിടെ കറക്റ്റ് ഇരിക്കില്ല. അപ്പൊ 0201 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. 0201 കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാക്കേജ് വരുന്നത് നമുക്ക് നോക്കാം.
201 ആവുന്ന സമയത്ത് അതിന്റെ പാക്കേജ് വരുന്നത് ഇതാ 201 0.6 into 0.3 വളരെ ചെറിയൊരു കപ്പാസിറ്ററാണ് MM ല് കേട്ടോ. വളരെ ചെറിയ കപ്പാസിറ്ററാണ് ഇത് ഉണ്ടാവുക. ഇത് C0G ആണ്. അപ്പൊ ഈ C0G എന്നുള്ള കപ്പാസിറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാലൊന്നും എന്തിൽ മാറ്റം വരാൻ പാടില്ല. അതിന്റെ കപ്പാസിറ്റൻസിൽ മാറ്റം വന്നാൽ നോയ്സ് നെറ്റ്വർക്കിൽ കയറി വരും. അതുകൊണ്ടാണ് ഇവിടെ C0G ആണ് യൂസ് ചെയ്യുന്നത്. ഇതും C0G ആണ് കേട്ടോ. അപ്പൊ ഓരോ ബാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റേഴ്സ് C0G ആയിരിക്കും. ഓക്കെ, ഇവിടെ C0G ആണ്. അപ്പൊ നെറ്റ്വർക്കിൽ കൂടുതലും ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് വേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ C0G കപ്പാസിറ്റേഴ്സ് ആണ് കണ്ടുവരുന്നത് കേട്ടോ. അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ C0 ഈ ഒരു കപ്പാസിറ്റർ കംപ്ലൈന്റ് ആയി വിചാരിച്ചു. അപ്പൊ ഇതിന്റെ വാല്യൂ വരുന്നത് 1.5 പിക്കോഫാരഡ് ആണ്. അപ്പൊ വേറൊരു മദർ ബോർഡിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നമ്മൾ ഈ 1.5 പിക്കോഫാരഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് അതിന്റെ 0201 ആണോ പാക്കേജ് ടൈപ്പ് എന്ന് നോക്കുക. രണ്ട്, മെയിൻ ആയിട്ട് നോക്കേണ്ടത് C0G ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ശരിക്കും അവിടെ സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. നെറ്റ്വർക്ക് ആയതുകൊണ്ട് നോയ്സ് വരും. ചിലപ്പോൾ നോയ്സ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ഇവിടെ ഇതിന്റെ പവർ സെക്ഷനിലാണെങ്കിൽ ഇപ്പൊ അത് VP ആണ്. ഇപ്പൊ ഇതിന്റെ ഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് X5R ആണ്. ഈ ഭാഗത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് X5R ആണ്. അപ്പോ പിന്നെ C0G അല്ല. കൂടുതലും വോൾട്ടേജിന്റെ ഭാഗത്തിൽ ഈ X5R ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കാം, ഇത് VP ആണ്. ഇവിടെ നമ്മളിപ്പോ ഈ കപ്പാസിറ്റർ X5R ആണ്. ഇനി ഇവിടെ പിന്നെ ഇവിടെ C0G യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൽ C0G കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കപ്പാസിറ്റർ C0G എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ ഇതിന്റെ ഭാഗത്താണ്, വോൾട്ടേജിന്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് C0G ആണ്. ഇത് NP0 C0G ഒരേ കാറ്റഗറി. സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് കപ്പാസിറ്റൻസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ C0G ഉണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് കപ്പാസിറ്ററിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂട്ടോ.